നമസ്കാരം. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ തിരിച്ചറിയപ്പെടുന്നത്, നിലപാടുകൾ തിരിച്ചറിയപ്പെടുന്നത് അവർ ചില പ്രതീകങ്ങളിലൂടെയാണ്. ആ പ്രതീകങ്ങൾ ഒരു സൂചനയായിട്ടാണ് പലപ്പോഴും നൽകുന്നത്. കർഷക സമരവും അതിനോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതികരണവുമെല്ലാം വലിയ അളവിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തന്നെ അത് സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം BJP വരുത്തിയ നയമാറ്റങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കർഷക സമരകാലത്ത് കർഷക സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തെ, മോഡിയെ അതിശക്തമായി എതിർത്ത ഒരു വനിതയെ ഉന്നത സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ടാണ് പുതിയ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ തയ്യാറെടുക്കുന്നത്. തീർച്ചയായും അത് നൽകുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തിരിച്ചറിയേണ്ടത്. അതിന് മുമ്പ് പലവട്ടം ചർച്ച ചെയ്ത, പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മടുപ്പുളവാക്കും വിധം പലവട്ടം ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിക ഭീകരവാദം എന്ന വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മളെ അത് കൊണ്ടെത്തിക്കുന്നത്. അപകടകാരിയായ ഒരു വ്യക്തിയിൽ നിന്നും ഉള്ള എന്ന ഒരു വിശേഷത്തിൽ നിന്നും പാശ്ചാത്യ ലോകം നരേന്ദ്രമോദിയെ മാറ്റിയതിന് പിന്നിൽ ഇസ്ലാമിക ഭീകരവാദത്തോടുള്ള ഭയമാണ് അതിൻ്റെ നയതന്ത്രം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ അധികരിച്ചു വന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കൊടിയേറ്റവും അത് ലോകമെമ്പാടും വരുത്തിയ മാറ്റങ്ങളുമാണ് നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയ്ക്ക് പിന്നിൽ. നമ്മളിത് പലവണ ആ വിഷയം ചർച്ചയുണ്ട്, ആ വിഷയത്തെ കിടക്കുന്നത്. ഒരുപക്ഷെ ട്രംപിന് ഏറ്റവും അധികം യോജിച്ചു പോകാവുന്ന, എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോകാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യമെന്ന നിലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രസക്തി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് എതിരെയുള്ള സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെയുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിൽ കാരണം ഹിന്ദു സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള പരാമർശങ്ങളിലൂടെയെല്ലാം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വലിയ പ്രതീക്ഷ നൽകിയ ഒരു നേതാവാണ് ട്രംപ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ അതിന് പിന്നിലെ രാഷ്ട്രീയവും ശാസ്ത്രവുമൊക്കെ പലതുമാണെങ്കിൽ പോലും തീർച്ചയായും ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് വലിയ സ്വാധീനം ചെലുത്താൻ പോവുകയാണ്. കാരണം കർഷക സമരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇംഗ്ലണ്ടിലടക്കം അതതിൻ്റെ തീവ്രതയിൽ നമ്മൾ അറിയുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച പുരോഗമിക്കുന്നത്. ഇതിൻ്റെ 2 കാരണങ്ങൾ. ഒന്ന്, ഈ കർഷക സമരം ഏറെക്കുറെ ജാസ്മിൻ വിപ്ലവവുമായി 2011 നടന്ന ജാസ്മിൻ വിപ്ലവവുമായി ചേർന്ന് പോകുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ നടന്ന ഒരു സമരം. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ബഹുകക്ഷി രാഷ്ട്രീയമുള്ള, ജാതി മത സമവാക്യങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശത്ത് ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം ആത്മാർത്ഥതയോടെ നൽകുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം അതിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ശക്തിയോടുകൂടി, വിലപേശ ശക്തിയോടുകൂടി തെളിയിച്ച ഒരു സമരമായിരുന്നു കർഷക സമരം. അപ്പോൾ അത്തരമൊരു സമരത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ബഹുജന മുന്നേറ്റങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വ് ആവശ്യമില്ല എന്നുള്ളത്. രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കടന്നു കയറാൻ അനുവദിക്കാതെ തന്നെ നിങ്ങൾക്കത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം, അതിനുശേഷം തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കും. അവിടെയാണ്
നമ്മൾ ഇത്തരം ബിംബങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇത്തരം ബിംബങ്ങളെ, ഇത്തരം സന്ദേശങ്ങൾ എന്താണ്? ഇത്തരം സന്ദേശങ്ങളിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ സന്ദേശത്തിൻ്റെ വ്യാപ്തി അറിയേണ്ടത്. നോർത്ത് ഈസ്റ്റ് പലതുകൊണ്ടും സംഭവബഹുലവും സംഘർഷഭരിതവുമാകുമ്പോൾ വളരെ ചെറിയ കാലയളവിനുള്ളിൽ, വിരലിലെണ്ണാവുന്ന വർഷങ്ങളുടെ കാലയളവിനുള്ളിൽ ഇറോൺ ശർമിള എന്ന വ്യക്തി മുഖ്യധാരയിൽ നിന്ന് വിസ്മൃതരായിപ്പോയി നമ്മൾ കണ്ടു. കേരളത്തിലും ഇത്തരം ബിംബങ്ങളുണ്ട്. അതിലൊന്നാണ് വിജയ് പെൺകുട്ടും വി പി സുഗ്രീമെല്ലാം. ബിംബങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ, ഇത്തരം ആളുകളെ, അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയിലെ പുതിയ വനിതാ നേതാവ്, കർഷക സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ച വനിതാ നേതാവ് ഒരു വിപ്ലവകാരിയോ സാമൂഹിക പരിഷ്കർത്താവോ നേരത്തെ പറഞ്ഞ ആളുകളെപ്പോലെ വലിയ യാതനകൾ സഹിച്ചു വന്നൊരു വ്യക്തിയുമല്ല. എങ്കിൽ പോലും അത് നൽകുന്ന സന്ദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇറോൺ ശർമിള എന്ന ചിത്രം, സുനിതാ കൃഷ്ണൻ, വിജയ് പെൺകുട്ട്, വി പി സുഗ്രീം, ഇത്തരം മുഖങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ചരിത്രം വീണ്ടെടുക്കും, അല്ലെങ്കിൽ ഒരു നിർണായക രാഷ്ട്രീയ ഘട്ടത്തിൽ ഒരു വിലപേശ ശക്തിയായെങ്കിലും വീണ്ടെടുക്കപ്പെടും എന്നുള്ളതിൻ്റെ തെളിവാണ് കർഷക സമരത്തിൽ ലഭിച്ച അംഗീകാരം. ഇന്ത്യക്കും, ഇന്ത്യയുടെ നയങ്ങൾക്കും, ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ശക്തിയും കേൾവിക്കാരും ഒരേ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്, അത്തരം ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു നയം അമേരിക്ക സ്വീകരിക്കുന്നതെന്നുള്ളത് അമേരിക്കയുടെ ഒരു വിലപേശൽ തന്ത്രം കൂടിയാണ്. അല്ലെങ്കിൽ അപ്രവചനീയതയേറെയുള്ള വ്യക്തി എന്നതിനേക്കാൾ ഉപരി അതൊന്നുമല്ലാത്ത കുശാഗ്രബുദ്ധിക്കാരനൊരു വ്യക്തിയാണെന്നാണ് ട്രംപ് ഇവിടെ തെളിയിക്കുന്നത്. എന്നാൽ ട്രംപ് എന്ന വ്യക്തിയല്ല നമ്മളിവിടെ വിലയിരുത്തേണ്ടത്. മണിപ്പൂരും സിക്കിമും അരുണാചൽ പ്രദേശും നോർത്ത് ഈസ്റ്റുമൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ഇറോൺ ശർമിള നമ്മുടെ മുമ്പിൽ എത്തുന്നില്ല. അപ്പോൾ ഇനി എപ്പോഴാണ് ഇറോൺ ശർമിള വരിക? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജെസ്സി ഓവൻസ് അടക്കമുള്ള ബിംബങ്ങളെ നമുക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരിലൂടെ തിരിച്ചെത്തുന്നത് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത്തരം ബിംബങ്ങൾ, അല്ലെങ്കിൽ അത്തരം പോരാട്ടങ്ങൾക്ക്, അത്തരം തിരിച്ചടികൾക്ക്, അത്തരം വിസ്മൃതിയാക്കപ്പെടുന്ന സംവിധാനങ്ങളോട് എങ്ങനെയാണ് പൊതുസമൂഹം പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത്? ക്യൂബയിലെ ഒറ്റയാൾ വനിതാ ജേർണലിസ്റ്റ് പോരാളിയെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. നർഗീസ് മുഹമ്മദി ഇപ്പോൾ അവർ ആരോഗ്യ പ്രശ്നം നേരിടുകയാണ്. ഇത് തന്നെ നവൽനിയുടെ കാര്യത്തിൽ. ഇത്തരം ആളുകളെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കുന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെയാണ് വീണ്ടും നമ്മൾ ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് എത്തുന്നത്. റഷ്യയും ചൈനയും എതിർക്കുന്നവരെ കേരളത്തിലെ മാധ്യമ സാംസ്കാരിക മേഖലയ്ക്ക് എതിർക്കാൻ കഴിയാത്തതിനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇസ്ലാമിക ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറഞ്ഞ വ്യക്തികൾ, സംഭവങ്ങൾ തിരിച്ചെത്തുന്നത് പ്രധാനപ്പെട്ടതാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സ്വയം പര്യാപ്തവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്കിനെ പോലുള്ളവർ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് വില കുറഞ്ഞും വികസനം ഉണ്ടാക്കാമെന്ന് ഇത്തരം ചിന്താഗതിക്കാർ വരുന്ന സമയത്താണ് ഇവിടെ നയതന്ത്ര വിജയത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കർഷക സമരം ആഗോളതലത്തിലേക്ക് ഉയർത്താൻ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇന്ത്യയുമായുള്ള ചർച്ചയിലെങ്കിലും ഉയർത്തിക്കാട്ടാൻ ഒരു മുതലാളിത്ത കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് ശ്രമിക്കുന്നത്. വിരോധാഭാസം തോന്നുമെങ്കിലും ഇതിന് പിന്നെ നയതന്ത്ര ലക്ഷ്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യവും എന്തു തന്നെയായിരുന്നാലും ഇത്തരം ആളുകളെ, ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നോർത്ത് ഈസ്റ്റും അലക്സി നവൽനിയും പ്രധാനപ്പെട്ടതാണ്.
ചൈനയും ദലൈലാമയും പ്രധാനപ്പെട്ടതാവുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ മുഖ്യധാരയിലേക്ക് മിതവാദികളായി കടന്നു കയറാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം വാഴ്ത്തുപാട്ടുകാരില്ലാത്ത, അല്ലെങ്കിൽ ഇത്തരം പിന്തുണകളില്ലാത്ത, അല്ലെങ്കിൽ ഇത്തരം പിന്തുണയില്ലാത്ത കർഷക സമരം പോലെയുള്ളവയ്ക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ആത്മാർത്ഥ വിലവേശമില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായ വിലവേശ ശക്തിക്ക് വേണ്ടിയിട്ടെങ്കിലും ആഗോളതലത്തിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കുമ്പോൾ ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഇത്തരം സ്വീകാര്യത ലഭിക്കുന്നില്ല. പല ജനകീയ മുന്നേറ്റങ്ങൾക്കും അവിടെയാണ് നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ഭരണമാറ്റങ്ങൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഭരണമാറ്റങ്ങൾ. ശ്രീലങ്കയിലെ ഭരണമാറ്റം, 2 വർഷം മുമ്പ് നടന്ന ഭരണമാറ്റം, ജനങ്ങളായി അധികാരം കയ്യിലെടുത്ത ഭരണമാറ്റം, അത് തീർച്ചയായും ഈ കർഷക സമരത്തോട് ചേർന്ന് പോകുന്നതാണ്. കാരണം അത് രണ്ടിലും ചേർന്ന് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും വൽക്കരിക്കപ്പെട്ട വലിയ പൗരബോധത്തിൻ്റെയും പോരാട്ട വീരത്തിൻ്റെയും കഥ പറയുന്ന സമരങ്ങളാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ രീതിയിലുള്ളത്. ശ്രീലങ്കയിലെ അത്തരമൊരു ജനാധിപത്യ കലാപത്തിന് ശേഷം ശ്രീലങ്കയിൽ വന്ന ഭരണകൂടത്തിനും അത്തരമൊരു ജനാധിപത്യ സ്വഭാവമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ ഭരണാധികാരിയുടെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എത്തേണ്ടത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണിത്. മറ്റൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെയും വളരെ സൂക്ഷ്മതയോടെയും വിലയിരുത്തേണ്ടതാണ്. അവിടെയാണ് ട്രംപിൻ്റെ കർഷക സമരത്തോടുള്ള നയം പ്രധാനപ്പെട്ടതാവുന്നത്. കർഷക സമരത്തോടുള്ള നയം നേരത്തെ പറഞ്ഞ പോലെ നയതന്ത്ര വിലപേശൽ ആണെങ്കിൽ പോലും ജനാധിപത്യ പ്രക്ഷോഭങ്ങളോടുള്ള ഉയർന്നു വരേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. സിറിയയിലും ബംഗ്ലാദേശിലും സംഭവിക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നതും പലതുകൊണ്ടും യോജിച്ചു പോകാവുന്നതാണ്. ഈ ഇടങ്ങളിലെല്ലാം സാമ്രാജ്യത്വ ശക്തികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ അധികാരത്തിൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. ആ വിഭവങ്ങളുടെ പോരാട്ടം സൃഷ്ടിക്കുന്ന സാമൂഹിക അരക്ഷിതാവസ്ഥയ്ക്ക് ആഫ്രിക്കയും ഏഷ്യയുമൊക്കെ വലിയ ഉദാഹരണങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിൽ നടന്നത് സാമ്രാജ്യത്വത്തിൻ്റെ പിന്മാറ്റമാണെങ്കിൽ സിറിയയിൽ പുറത്താക്കപ്പെട്ടത് ഒരു ഏകാധിപതിയാണ്. ബംഗ്ലാദേശിലും സമാനമായ സംഭവവികാസങ്ങളാണ്. സിറിയയിലെ വ്യക്തി ഏകാധിപതി ആയി മാറിയപ്പോഴും ചിന്തകളിൽ ഒരു പുരോഗമനവാദിയായിരുന്നു എന്നുള്ളത് ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടതാണ്. എന്നാൽ ചിന്തകളിലെ ആ പുരോഗമനവാദം, മതവുമായി ബന്ധപ്പെട്ട വിശാലമായ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം അധികാരത്തോട് അയാൾ ചേർന്ന് പോയിരുന്നു, അല്ലെങ്കിൽ അധികാരത്തോട് ചേർന്ന് പോകാൻ അയാളെ സാമ്രാജ്യ ശക്തികൾ നിർബന്ധിതരാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശിലേത് ഈ തോതിലുള്ളതല്ല. പൂർണ്ണമായും ജനാധിപത്യവാദിയായ, പൂർണ്ണമായും മതേതരവാദിയായ ഒരു വ്യക്തി അധികാരം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഇവിടെ തുടർച്ചലമായിരുന്നു ആ രാജ്യത്ത് സംഭവിച്ച ഭരണമാറ്റം. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ അടക്കമുള്ള താല്പര്യമുണ്ട്. എന്നാൽ ഈ രണ്ടിടങ്ങളിലും സംഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ സംഭവിച്ചതിന് പോയ നേർ വിപരീതമാണ് നമ്മളിപ്പോൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കാണുന്നത്. ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യം എന്ന ലക്ഷ്യം തങ്ങൾക്കില്ല എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് പൂർണ്ണമായും മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യക്തികളാണ്, ഇത്തരം സംവിധാനങ്ങളെയാണ് നമ്മൾ
കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെ PDP പോലുള്ള സംവിധാനങ്ങളുടെ സമാനമാണിതെല്ലാം. വലതുപക്ഷം മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിൽ മെലോണിയുണ്ട്, ട്രംപുണ്ട്, മോഡിയുണ്ട്. ജനാധിപത്യ സംവിധാനങ്ങൾ ആവശ്യമില്ലെന്നും സാംസ്കാരിക ദേശീയരാണ് ആവശ്യമെന്നും വിശ്വസിക്കുന്ന ആളുകൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയുന്നതിൻ്റെ സമാനമാണ്. എന്നാൽ അതിനേക്കാൾ തീവ്രവും അപകടകരവുമാണ് ഇത്തരം വ്യക്തികൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇത്തരം നയതന്ത്രങ്ങളിലേക്കും അത് നൽകുന്ന സൂചനകളിലേക്കും എത്തേണ്ടത്. ഇതിൽ ആദ്യത്തേത് ജനാധിപത്യ പോരാട്ടങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളം പോലുള്ള ഒരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഇല്ലാത്തതിൻ്റെ പ്രതിസന്ധികളാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ തുറന്ന ജനാധിപത്യ ബോധ്യമുള്ള സംവിധാനങ്ങളോട്, സങ്കേതങ്ങളോട് നമ്മൾ കൂറ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇന്നലകളോട് നമ്മൾ കൂറ് കാണിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ നാടായ പാലക്കാട്ടെ നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയിലുണ്ട്. അത് നാരായണത്ത് ഭ്രാന്തനാണോ സോക്രട്ടീസാണോ എന്ന് ഉണ്ടാക്കിയ ശില്പിക്ക് പോലും അറിയാത്ത വിധം നഗരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തെ, ഒരു ഏറെ തിക്കും തിരക്കുമുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ സംവിധാനങ്ങളെയും അത് താറുമാറാക്കുന്നു. അപമാനകരമായ ഒരു നിഷേധമാണത്. അത് സമൂഹത്തോടും ഇന്നലകളോടുമുള്ള നിഷേധമാണ്. ഇത്തരം രീതിയിലാണ് നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. സാഹിത്യ സാംസ്കാരിക മേഖലയിലും ഇത്തരം ചിന്തകൾ തന്നെയാണ്. ഒരുപക്ഷെ OV വിജയനും മാധവിക്കുട്ടിയും മാത്രമാണ് കേരളത്തിൽ സാഹിത്യകാരായിട്ടുള്ളത് എന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ ചെന്നാൽ നമുക്ക് തോന്നും. ഇത്തരമൊരു രീതി ഉള്ള പോക്കിൽ നിന്നുമാണ് പ്രധാനപ്പെട്ട ഇന്നലകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്തത്, പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്തത്. പ്രധാനപ്പെട്ട പോരാട്ടങ്ങളും പ്രധാനപ്പെട്ട ഓർമ്മകളെയും ഉത്തേജിപ്പിക്കാൻ രാഷ്ട്രീയ ജാതി മത സംവിധാനങ്ങൾ ആവശ്യമെന്ന നിലയിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. കാരണം ഛത്രപതി ശിവജിയുടെയും ശക്തൻ തമ്പുരാൻ്റെയും പ്രതിമകൾ രാഷ്ട്രീയ വിഷയങ്ങളാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. നോട്ടർഡാം പള്ളിയിൽ ഇതല്ല സംഭവിക്കുന്നതെന്ന് നമ്മൾ കുറച്ച് ദിവസം കണ്ടു. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ മിതവാദികൾ ആവാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധരായ ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ നേരത്തെ പറഞ്ഞ പലവട്ടം നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ മീഡിയ വിടുന്നൊരു ചാനൽ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും സിറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ രാജ്യത്തിങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് വരാൻ, പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ മാധ്യമ സ്ഥാപനത്തിന് കഴിയുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ കർഷക സമരത്തിൽ നിന്ന് നമ്മൾ സിറിയയിലേക്കും ശ്രീലങ്കയിലേക്കും എത്തേണ്ടത്. ശ്രീലങ്കയിലെ ഇടതുപക്ഷക്കാരനായ ഒരാളുടെ വിജയമോ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ ജനകീയ കലാപത്തിന് ശേഷമുള്ള ജനാധിപത്യത്തിലേക്ക് തന്നെയുള്ള അവരുടെ ജനാധിപത്യത്തിൽ തന്നെയുള്ള അവരുടെ നിലയുറപ്പിക്കലോ അല്ലെങ്കിൽ അലക്സി നവലിയുടെ പോരാട്ടമോ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതിന് നേരത്തെ തെളിവുകളെല്ലാം ഉണ്ട്. പലപ്പോഴും ജുംബ ലാഹിരിയും രാമചന്ദ്ര ഗുഹയും അരുന്ധതിരി പോലെയുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന ഒരു ചിത്രം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് പല തലങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ വഖഫിലേക്കും മുനമ്പത്തിലേക്കും ഒക്കെ എത്തേണ്ടത്. കാരണം വഖഫ് എന്ന വിഷയം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതിസന്ധിയെ പുരോഗമനവാദികളും മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമായിട്ടൊക്കെ
ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലീഗിനെ വിമർശിക്കേണ്ട സമയത്ത് സമസ്തയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം ചർച്ചകളും ഇത്തരം ചിത്ര നിർമ്മാണവുമാണ് പ്രധാനപ്പെട്ട. ചിത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഈ രീതികളാണ് പ്രധാനപ്പെട്ട ഭീഷണിയാവുന്നത്. നമ്മൾ ആ വിഷയം അതിൻ്റെ ഉൾക്കാമ്പിലെടുത്ത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം പുറമോടികളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. കാരണം കുടിയേറ്റം വലിയ രീതിയിൽ സാംസ്കാരിക പ്രശ്നമാവുകയും അത് രാജ്യങ്ങളിലെ ബന്ധങ്ങളെ പുനർനിർണ്ണയിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. LTTയുടെ സിഖ് തീവ്രവാദത്തിൻ്റെയൊക്കെ അലയൊലികൾ വീണ്ടും വരുമോ എന്നുള്ള സംശയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ സംഭവിച്ചത് ഒരുപക്ഷെ കാനഡയിൽ സംഭവിച്ചുകൂടായികയില്ല. ഇത്തരം രീതിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയാണ് നേരത്തെ പറഞ്ഞ കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം പ്രധാനപ്പെട്ടതാവുന്നത്. കർഷക സമരം നടന്ന പ്രദേശങ്ങളിൽ സിഖ് രാഷ്ട്രവാദത്തിൻ്റെ പ്രചാരകർക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണ്. എന്നാൽ കർഷക സമരം അത്തരമൊരു മേലങ്കി എടുത്ത് അണിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു മേലങ്കി തങ്ങൾക്ക് ഉണ്ടാവുന്ന നിർബന്ധം അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ രീതിയിലും അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച BJP ആ ഇടങ്ങളിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അത്തരം സന്ദേശങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ആ സംശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ നർഗീസ് മുഹമ്മദിലേക്ക് ഒക്കെ വീണ്ടും എത്തുന്നത്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങൾ നിർമ്മിക്കുന്ന ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾ അറിയുമ്പോഴേക്കും കാലം കടന്നു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. എന്നാൽ കർഷക സമരം വിരലെണ്ണാവുന്ന വർഷങ്ങൾക്കുള്ളിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ട്രംപിൻ്റെ പുതിയ നടപടി. അത്തരം നടപടികൾ എന്നാൽ ഇറോം ശർമിള പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതിനാണ് നോർത്ത് ഈസ്റ്റ് തെളിയിക്കുന്നത്. ഇറോം ശർമിളയെ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഓർമ്മിക്കുന്നില്ല എന്നുള്ളതും കേവലം 5 വർഷം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ വിസ്മൃതരായിപ്പോയി എന്നുള്ളതും വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണുന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ എടുത്തിട്ട് പൊതുനിരംഗത്തിൽ അഭിപ്രായം സ്വരൂപിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ഇത് എല്ലാ മേഖലയിലുമുണ്ട്. കണ്ണൂർ രാജനും ശ്യാമും SP വെങ്കടേഷുമെല്ലാം രാജാമണിയുമെല്ലാം നൽകിയിരുന്ന പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ AR റഹ്മാൻ്റെ വരവോടുകൂടി ഒരുപക്ഷെ പിന്നാക്കം പോയി നമ്മൾ കണ്ടിരുന്നു. 1990-കൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ടേപ്പ് റെക്കോർഡറിലേക്ക് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ, തുടർന്ന് CD-യിലേക്ക് വന്ന് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പാട്ടുകളെല്ലാം പഴഞ്ചനാണെന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു. 2010-ന് ശേഷം സ്വന്തമായി ഒരു പാട്ടും നിർമ്മിക്കാത്ത ഒരാളാണ് AR റഹ്മാനെന്നും എന്നുള്ള തിരിച്ചറിവിലേക്ക് പൊതുസമൂഹം എത്തുമ്പോഴേക്കും ഇത്തരം സംഗീത സംവിധായകർ വിസ്മൃതിയിലായി കഴിഞ്ഞിരിക്കും. ഇപ്പോഴും AR റഹ്മാൻ ഒരു പാട്ട് പോലും അനുകരിച്ചിട്ടല്ല ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്നവരിപ്പോഴുമുണ്ട്. എന്നാൽ AR റഹ്മാനിലൂടെ സംഭവിച്ചത് രാജാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാവാം, ശ്യാമിൻ്റെയും ശ്രീ ശ്യാമിൻ്റെയും ശ്രീ കണ്ണൂർ രാജൻ്റെയും ശ്രീ SP വെങ്കടേഷിൻ്റെയും എല്ലാം പാട്ടുകളാവാം. ഇത്തരം പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ വലിയ രീതിയിൽ വിസ്മൃതിയിലായിപ്പോയി എന്നുള്ളതാണ്. അതിൽ നിന്നും കുറച്ചെങ്കിലും മോചനമുണ്ടായത് വിദ്യാസാഗറിനാണ് വലിയ റോള്. പ്രത്യേകിച്ചും മലയാള സിനിമയിലൂടെ വിദ്യാസാഗറിന് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നു നമ്മൾ കണ്ടിരുന്നു. തമിഴിലെ AR റഹ്മാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന തമിഴ് മേഖലയിൽ തൻ്റെ മാതൃഭാഷയായ തെലുങ്കിൽ എല്ലാം ഉള്ളതിനേക്കാൾ സ്വീകാര്യത വിദ്യാസാഗറിന് ലഭിച്ചിരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ ആളുകളുടെ അവസ്ഥ നേരെ തിരിച്ചാണ്. എന്നാൽ ഇൻ്റർനെറ്റിലൂടെ അവരുടെ സിനിമകളുമെല്ലാം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന പോലെ NF വർഗീസും KPC സണ്ണിയും
ഫിലോമിനയും സീനത്തും പോലെയുള്ള അഭിനേതാക്കളെ കളിച്ചത് തന്നെയാണ് സംഭവിച്ചത്. അമരീഷ് പുരിയോ ഇർഫാൻ ഖാനോ ഒന്നും ഇവരുടെ മുമ്പിൽ ഒന്നുമല്ലെന്നും അഭിനയം എന്നത് സ്വാഭാവിക പ്രതിഭയുടെ ഒരു വിസ്ഫോടനമാണ്, സർഗാത്മക വിസ്ഫോടനമാണെന്നൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് ഇൻ്റർനെറ്റിലൂടെയാണ്, യൂട്യൂബിലൂടെയാണ്. വലിയ വിപണി തേടിയുള്ള യാത്രയിൽ അല്ലു അർജുൻ്റെ സിനിമ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ, അതിനിടയിൽ സംഭവിച്ച മരണമടക്കം വാർത്തയാകുമ്പോൾ പാൻ ഇന്ത്യ മാത്രമാകാൻ പോകുന്ന സിനിമകളുടെ ഒരു വേദനിപ്പിക്കുന്ന ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. ഒരു നാടിൻ്റെ തൻ്റെ ചുറ്റുപാടുകളെ, തൻ്റെ ഇന്നലകളെ, തൻ്റെ നാളകളെ, തൻ്റെ ആകുലതകളെ, തൻ്റെ പ്രതീക്ഷകളെ, തൻ്റെ അയൽപ്പക്കത്തെ തനിക്ക് മനോഹരമായി വരച്ചു കാട്ടാൻ കഴിയുമെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന സാർവദേശീയത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തെളിയിച്ച കഥാകൃത്തുക്കൾ, കലാകാരികൾ നമുക്കുണ്ടായിരുന്നു. വിവർത്തനം, നിരൂപണം പോലെയുള്ള കലകളിലൂടെ അവയ്ക്ക് സാമൂഹ്യ മേഖലയിൽ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ലഭിക്കുന്ന പിന്തുണയിലൂടെ ഇത്തരം സർഗസൃഷ്ടികൾ ലോകത്തിന് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിരുന്നു. കഥയാവാം, സിനിമയാവാം, കഥകളിയാവാം. എന്നാൽ ഇത്തരം ബിംബങ്ങളെ ഓർമ്മിക്കാനോ ഉയർത്തിക്കാട്ടാനോ ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ സഞ്ജയൻ്റെയും കുട്ടിക്കൃഷ്ണന്മാരുടെയും ഒക്കെ സ്ഥാനത്ത് സുനിൽ പീളയുടെ പോലെയുള്ളവർ വരുന്നു. കുഞ്ഞുണ്ണി മാഷ്ടയൊക്കെ സ്ഥാനത്ത്, കുഞ്ഞുണ്ണി മാഷ്ടയും കോഴിക്കോടിൻ്റെയും ബിംസിയുടെയും ഒക്കെ സ്ഥാനത്ത് ഉണ്ണി വ്ളോഗ്സിനെ പോലെയുള്ള സിനിമാ നിരൂപകർ വരുന്നു, കലാനിരൂപകർ വരുന്നു. വിവർത്തനവും നിരൂപണവും അടക്കമുള്ള കലകളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വിസ്മരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ബിംബങ്ങൾ പ്രധാനപ്പെട്ടതാവുന്നത്. അഭിനയത്തിൽ പോലും നമ്മളിത് കാണാറുണ്ട്. പലപ്പോഴും KPSC സണ്ണിയെ പോലെയുള്ള നടന്മാർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഇവിടെയാണ്. നാടകത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിഭാവുകത്വം ലെവലേശമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണിവർ, അഭിനയിച്ചിരുന്ന ആളുകളാണിവരെല്ലാം. ഒരുപക്ഷെ തിലകനെയും മുരളിയും പോലെയുള്ള അവർ വലിയ പ്രതിഭകളാണ്. അവർക്കൊപ്പമോ അവർക്ക് മുകളിലോ നിൽക്കാൻ കഴിയുന്ന ആളുകൾ. അത്തരം പലരും അവഗണിക്കപ്പെട്ടിരുന്നു. അതിൽ ഫിലോമിനയും ഇപ്പോൾ നടി സീനത്തും, KT മുഹമ്മദിൻ്റെ ഭാര്യ സീനത്ത്, ഇത്തരം ആളുകളുടെ, അതിൽ തെസ്നിഖാനെ പോലുള്ള ആളുകൾ വരെയുണ്ട്. പലപ്പോഴും ഹാസ്യവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നാടകാന്ത കവിത്വം എന്ന് പറയുന്നത് പോലെ ഏറ്റവും നന്നായി ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് എല്ലാ കഥാപാത്രവും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അടൂർ ബാസി, നാഗേഷും അടക്കമുള്ളവരുണ്ട്. അത്തരം ആളുകളെ, അത്തരം കലാസൃഷ്ടികരെ, അത്തരം കലാപ്രതിഭകളെ, സാമൂഹിക സാംസ്കാരിക നായകരെ ഉയർത്തിക്കാട്ടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ സംശയത്തോടെ കാണേണ്ടത്. അവിടെയാണ് വൈക്കത്ത് പിണറായിയും സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പ്രതിഭ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഓർമ്മിക്കേണ്ട ഒരുപാട് പേരുകൾ അതിനൊപ്പം വിസ്മൃതിയിലായിപ്പോയി എന്നുള്ള സംശയം കൂടി ഉയർത്തിക്കൊണ്ടാണ് തികച്ചും രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചടങ്ങ് അവസാനിക്കുന്നത്. ജാതീയതയ്ക്കെതിരായുള്ള പോരാട്ടം തുടരാനുള്ള ആർജവം ഈ പറയുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചലച്ചിത്ര മേഖലയിലും ഇത്തരം യാഥാർത്ഥ്യ ബോധമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയണം. അത് അനിവാര്യതയാണ്. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക്, ജനകീയ കലകൾക്ക് പുനരുദ്ധാരം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ കുറിച്ച് ഇറക്കുന്നുണ്ട്. കഥാപ്രസംഗം അടക്കമുള്ള കലകൾ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇത്തരം ഇന്നലകളിലേക്ക്, ഇത്തരം പോരാട്ടങ്ങൾക്ക്, ഇത്തരം സർഗാത്മക പ്രവർത്തികൾക്ക് പലതുകൊണ്ടും കൂടുതൽ വേദികൾ ലഭിക്കപ്പെടാതെ പോയ, കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെടാതെ പോയവയെ ചികഞ്ഞെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ ട്രംപിൻ്റെ കർഷക സമരത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് പ്രചോദനമാവട്ടെ.